ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് ഇപ്പോൾ ഒരുപാട് പേര് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. മറ്റൊന്നുമല്ല, നമ്മുടെയൊക്കെ ഫോണിൽ വന്നിട്ടുള്ള UIDAIയുടെ നമ്പർ. ഇപ്പോൾ ചർച്ച ചെയ്യുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ നമ്പർ നിങ്ങളുടെ ഫോണിലുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രൈവറ്റ് ഡേറ്റ എല്ലാം പോവും, ഹാക്കായി നിങ്ങളുടെ ഫോണ്. ഇതിൽ വിളിച്ചു കഴിഞ്ഞാൽ ഹാക്കാവും. നിങ്ങളുടെ ഫോണിൽ ഇതുണ്ടെങ്കിൽ നിങ്ങൾ തീർന്ന്, ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല, ഫോൺ റീസെറ്റ് ചെയ്യണം. അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. പക്ഷേ ഇതിനെല്ലാം ഒരു അവസാനം വന്നു. അത് പലരും അറിഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ളവരെ ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയാം, ഇങ്ങനെ നിങ്ങളുടെ കോൺടാക്റ്റിൽ ഒരു നമ്പർ സേവ് ആയിട്ടുണ്ടെങ്കിൽ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം, ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ചെയ്യണ്ട. രണ്ടും പ്രശ്നമുള്ള കാര്യമല്ല. അപ്പോൾ ഇത് എങ്ങനെയാണ് സംഭവിച്ചത് എന്നുള്ള കാര്യം ഞാൻ പറയാം. ആദ്യം തന്നെ UIDAI പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സ്മാർട്ട് ഫോൺ മാനുഫാക്ചറേഴ്സിൻ്റെ അടുത്തും ഇവരുടെ ഈ ഹെൽപ്പ് ലൈൻ നമ്പർ ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ശരിക്കും ഇവിടെ സംഭവിച്ച പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഗൂഗിളിൻ്റെ ഈ ആൻഡ്രോയിഡ് സെറ്റപ്പ് വേർഷനിൽ അവരറിയാതെ കോഡ് ചെയ്ത സെറ്റപ്പിൻ്റെ EXEയിൽ അറിയാതെ ഈ ഒരു നമ്പറും കൂടെ കോഡായിപ്പോയി എന്നുള്ളതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ള പ്രശ്നമെന്ന് പറഞ്ഞാൽ. അത് ഇങ്ങനെ ആൾക്കാർ കണ്ടപ്പോഴത്തേന് പെട്ടെന്ന് അതെങ്ങനെ വന്നു, എവിടെ നിന്ന് വന്നു എന്നുള്ള സംശയമായി. അതിന് എല്ലാവരും ഏറ്റുപിടിച്ചു. അത് പല രീതിയിൽ പറഞ്ഞു. അത് പിന്നെ വാട്സാപ്പിൽ ഇങ്ങനെ ഇതുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോൺ ഹാക്ക് ചെയ്യും, നിങ്ങൾ വിളിക്കരുത്, ഉടനെ ഡിലീറ്റ് ചെയ്യണം, റീസെറ്റ് ചെയ്യണം ഫോൺ, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പരന്നു. അതിങ്ങനെ ഷെയർ ചെയ്ത് പോയി. അങ്ങനെയാണ് പലരും ഒരു പേടിയായി പലർക്കും. അതായത് നമ്മുടെ പ്രൈവറ്റ് ആയിട്ടുള്ള ഫോട്ടോസ്, ചാറ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഹാക്ക് ചെയ്യപ്പെടുമെന്നുള്ള പേടിയായി. ഇന്നും കൂടെ എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് ചോദിച്ചതാണ്, ഇതിങ്ങനെ ഒരു നമ്പർ സേവ് ആയിട്ടുണ്ട്, ഞാൻ എന്ത് ചെയ്യണം, അതിൻ്റെ ഫോൺ ഫാക്ടറി റീസെറ്റ് ചെയ്യട്ടെ, ഇല്ലെങ്കിൽ ഹാക്കാവൂ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാവരും അറിയാൻ വേണ്ടി ഇങ്ങനൊരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. നിങ്ങൾ ഇങ്ങനൊരു സംഭവം നടന്നു കഴിഞ്ഞാൽ ആദ്യം അതിനെക്കുറിച്ചൊന്ന് അന്വേഷിക്കുക, എന്നിട്ട് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. നമ്മളൊരു നമ്പർ കൊണ്ടൊന്നും, ഒരു ഫോൺ കോളോ നമ്മുടെ ഒരു കോൺടാക്റ്റിൽ സേവ് ചെയ്ത നമ്പർ കൊണ്ടോ ഒരിക്കലും ഒരു ഫോണോ ഒന്നും ഹാക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കണം. പക്ഷേ അത് അങ്ങനെ എല്ലാവരും പറയുന്ന സമയത്ത് നമ്മൾ വിശ്വസിച്ച് പോവാം, അത് ഓക്കെയാണ്. അപ്പോൾ എന്തായാലും നിങ്ങളെ ഇതൊന്ന് അറിയിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത്. ഇത് കണക്ക് ഇത് ഇപ്പോഴും അറിയാത്ത ഒരുപാട് പേരുണ്ട്. അവർക്ക് വേണ്ടി നിങ്ങൾ ഈ വീഡിയോ തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഫോണൊന്നും ഹാക്ക് ചെയ്യപ്പെട്ടിട്ടൊന്നുമില്ല, അങ്ങനെ ഹാക്ക് ചെയ്യാനും പറ്റില്ല. ഒരു നമ്പർ വെച്ചിട്ട് നിങ്ങളത് ഡിലീറ്റ് ചെയ്യണമെന്നുള്ളത് ഒരു കാര്യമില്ല, ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഫോണ് റീസെറ്റും ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ഗൂഗിൾ തന്നെ സമ്മതിച്ച ഒരു കാര്യമാണ്. അവർക്ക് അറിയാതെ അവരുടെ ഈ ഒരു ആൻഡ്രോയിഡ് സെറ്റപ്പ് ഫയലിൽ അവരറിയാതെ ഈ ഹെൽപ്പ് ലൈൻ നമ്പറും കൂടെ വെച്ച് കോഡ് ചെയ്തു പോയി. അങ്ങനെ ഈ കോൺടാക്ട്സിലൊക്കെ ഇത് സ്പ്രെഡായതാണ്. അതിനവർ സോറിയും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് നെറ്റിൽ വേറെ പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ സാധിക്കും. എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെടും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾ മറ്റുള്ളവർക്കും കൂടെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.